ഏതായാലും ഓണം മൂഡ് എന്ന പാട്ട് ട്രെൻഡായ സ്ഥിതിക്ക് നമുക്കും ഓണം മൂഡ് പിടിച്ചാലോ. ഓണം അങ്ങോട്ട് ആയില്ലേലും ഓണം ഏകദേശം ആകാറായല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഇന്നൊരു ജമന്തിപ്പൂ ഉണ്ടാക്കണത് നമ്മൾ ഈ ഓണത്തിന് വെഡിങ്സിനൊക്കെ ഇങ്ങനെ ജമന്തിപ്പൂ ഒക്കെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയത് തോക്കിട്ടിട്ട് കണ്ടിട്ടില്ലേ? ആ സെയിം ആയിട്ടാണ് ഇന്നും ഉണ്ടാക്കാൻ പോണത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗ്ലൂ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കണത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാപ്ലെയറും ഒരു കത്രികയും മതി. പ്ലാസ്റ്റിക് കൂടൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലേലും നമ്മളുടെ അമ്മമാർ സൂക്ഷിച്ചു വെക്കാറ്. അപ്പൊ അമ്മമാരെ അടുത്തു നിന്ന് അവര് കാണാതെ ഒരെണ്ണം പൊക്കിക്കൊണ്ട് പോരെ. കക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല, അതുകൊണ്ട് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോരെ. അത് എടുത്തോണ്ട് വന്നിട്ട് വീഡിയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യും. എന്നിട്ട് അതിലൊരു സർക്കിള് കട്ട് ചെയ്തെടുക്കും. എൻ്റെ ഇപ്പൊ ഭയങ്കര വലുതായതുകൊണ്ടാണ് ഞാൻ 2 സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. സർക്കിള് കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ നടുക്ക് ഒരു സ്റ്റാപ്ലെയർ ഒരു പിന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന പോലെ കൺസാ കുടിച്ച ഒന്ന് വെട്ടിക്കൊടുത്ത് അതിൻ്റെ അതൊന്ന് നിവർത്തിയെടുക്കുക. അതായത് സെപ്പറേറ്റ് ആയിട്ട് ബോർഡിൽ കയ്യിൽ ഉരുട്ടിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് വിടർത്തി കൊടുക്കുക. ഇത്രയുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ജമന്തിപ്പൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചാണ്. ഏതായാലും ആ ഒരു കാര്യം നിങ്ങൾക്കോടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഞാനിങ്ങനെ ഓരോരോ വെഡ്ഡിങ്ങിനും ഈ ഓണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തൂക്കിയിടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേതായാലും നിങ്ങൾക്കും തൂക്കിയിടാലോ. ഇനി ഒരു 2-3 മാസമൊക്കെ മുമ്പ് നിങ്ങൾ ഈ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഓണം ആകുമ്പോഴത്തേക്ക് ഒരു 100 പൂ മാലയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തൂക്കിയിടാട്ടോ. എല്ലാവരും മസ്റ്റ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതും വേസ്റ്റ് മെറ്റീരിയലും കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏത് വീഡിയോ വേണ്ടതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ചാച്ചാ, വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പൂ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്?